ഞാൻ തുറന്നു നോക്കണോ ഇപ്പം? ഞാനാണ് തുറന്നു നോക്കാനുള്ള നോക്കട്ടാ. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അപ്പുന്റെ വീട്ടില് കയറാൻ പോണ്. ഗൃഹപ്രവേശനാണ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഗുരുവായൂരിന്ന് ഞങ്ങൾ എത്തിയത്. സോ എത്തി ഇപ്പം വന്ന് നിശ്ചയിച്ച് എനിക്ക് സാരി ഇത് അപ്പു തന്ന പുടവേണേ. ഈ മുണ്ടുമ്മ കോട്ടിട്ട തെണ്ടിയ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ പെങ്ങള്. ഇല്ല, വിളക്കൊന്നും പിടിക്കാൻ എനിക്ക് ടെൻഷൻ ഇല്ല. വിളക്ക് പിടിക്കുമ്പോ ആരെയും സാരി ഒന്ന് പൊക്കി പിടിക്കണം. പിള്ളേരുടെ സ്വഭാവം മന്ന ബുദ്ധി പിള്ളേരുടെ. അപ്പൊ പ്രത്യേകിച്ച് ചടങ്ങ് വെച്ചാൽ ഒന്നുമില്ല. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയില്ല, ചേച്ചിക്ക് ലീവില്ല. എനിക്കറിയാം ഇനിയിപ്പം നിങ്ങൾ എൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പൂന്റെ അമ്മയും അച്ഛനെയൊന്നും സാരിയിൽ പറഞ്ഞിട്ട് സാരി എടുക്കാൻ പോകുന്ന കൊണ്ടുപോകുന്നത്. ഗൈസ് വേറെ ഒന്നുമല്ല, അവരെല്ലാരും ഡെയിലി ജോലിക്ക് പോണ ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് അപ്പനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിറങ്ങാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനെ, അവർക്ക് ഞായറാഴ്ചകളാണ് അവർ ലീവുകൾ. അപ്പൊ അവരെ ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇന്ന് ലീവ് എടുത്ത് വേണ്ട. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. അവർക്ക് അതൊക്കെ സന്തോഷമാണ്. അപ്പൊ ഈ കുഴുത്തുരുമ്പ് പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയേ. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടയത്തിന്റെ അത്ര പോലും വലിപ്പമില്ല. A few moments later. സെറ്റാക്കി പൊളിയാക്കി അല്ലേ? ഞാൻ തുറന്നു നോക്കണോ ഇപ്പം? ഞാനാണ് തുറന്നു നോക്കാനുള്ള നോക്കട്ടാ. എന്റെ മനസ്സാണിത്. സെറ്റ് കേട്ടോ പൂട്ടാ. എന്തുന്നാടാ ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ട എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. സെറ്റ് പിന്നെ ഇത് സെറ്റ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാരും വീടൊക്കെ വന്ന് കണ്ട്. എങ്ങനെയുണ്ട് വീട്? ഇനി ഇതിനകത്തുള്ള ഭീകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങളോട്ട് നമുക്ക് പോവാം. ഒരു കമന്റ് കൊണ്ട് വായിക്കാവേ. പാവം പിള്ളേര് അപ്പുവിന്റെ സിസിന് എങ്ങനെയും ഒരു ലീവ് എടുക്കായിരുന്നു. ജോബിന് പോയത് മോശമായി പോയി. അപ്പോ ഇവൻ കെട്ടുമ്പോ ലീവ് എടുക്കാൻ ലീവ് കാണില്ല. അതായത് പുള്ളി മുമ്പ് ഒരു കല്യാണം കഴിച്ചത് ഇപ്പൊ 2ാം വിവാഹമാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കെട്ടുമ്പോ ലീവ് എടുക്കാനെ കൊണ്ട് ഇപ്പൊ ഇതില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണോ ഗ്ലാമിക്കൊക്കെ ഇവിടെ പറയരുത് എന്നുള്ള സംഭവം ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ട് വന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി ആദ്യത്തെ പെണ്ണ് എന്തുകൊണ്ടാണ് പോയെന്ന്. റൂം കിടക്കുന്ന നോക്ക്, ഒരു പെണ്ണ് കയറി വരുന്നതല്ലേ. ഇവൻ എന്താ മൊണ്ണയാണോ? ചെയ്തു വെക്കാനുള്ളത് ചെയ്തുകൂടെ? എടുത്ത് കല്യാണം കഴിഞ്ഞ് ആദ്യമേ ഒരു പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കിട്ടിയ സ്വീകരണമാണോ ഇത്? ഒന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടി ആ റൂമെങ്കിലും അവന് മനോഹരമാക്കാമായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എത്രയും പെട്ടെന്ന് അടിച്ചു പിരിയട്ടെ. വേശ്യാണ് അക്ക പറഞ്ഞേക്ക. അപ്പൊ അതിന് റിപ്ലൈ എടുത്തിട്ടുണ്ട് നിന്റെ അമ്മ എന്ന്. അത്രേ ഉള്ളൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.